ഹൃദയമേ ഒരുങ്ങു നീ, ബലി തുടങ്ങാൻ സമയമായി. തിരുമുഖം കണ്ടിടുവാൻ അണഞ്ഞിടൂ നീ സന്തോഷമായി. ഈ ഉലകിൽ നീയല്ലാതെ ആരാണെൻ്റെ സ്വന്തമായി. കഷ്ടപ്പാടിൻ നാളുകളോ മാഞ്ഞുപോയി, രക്ഷനാളായി. നിന്റെ രാജ്യം പുൽകീടവേ വാനദൂതർ കാഹളത്താൽ ഇമ്പമായി പാടിയിടുന്ന വാനഗീതം കേട്ടു ഞാനും. ഹൃദയമേ ഒരുങ്ങു നീ, ബലി തുടങ്ങാൻ സമയമായി. തിരുമുഖം കണ്ടിടുവാൻ അണഞ്ഞിടൂ നീ സന്തോഷമായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 38-ാം വാക്യം. യേശുവിനോട് പത്രോസ് പറയുകയാണ്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കും. അപ്പോൾ ക്രിസ്തു പത്രോസിനോട് പറയുന്നു, കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കർത്താവ് കൈവിടുന്നില്ല. അവൻ തെറ്റ് മനസ്സിലാക്കി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴുകയാണ്. അവൻ കർത്താവിനോട് മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തു പോയ തെറ്റിനെ ഓർത്ത്. ആ തള്ളിപ്പറഞ്ഞ പത്രോസിനെയാണ് കർത്താവ് എടുത്ത് സഭയുടെ പാറയുടെ മേൽ തൻ്റെ സഭ പണിയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നലെ വരെ നാം എങ്ങനെയായിരുന്നു എന്നതിനല്ല, ഇനി മുതൽ ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസം ജീവിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ഇനി ഞാൻ ജീവിക്കും, ക്രിസ്തുവിൻ്റെ കുരിശെടുത്ത് അനുധാവനം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിത ദൗത്യം ആരംഭിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പിഴവുകളെയും നമുക്ക് ഏറ്റുപറയാം. കർത്താവ് നമ്മെ തീർച്ചയായും എടുത്തുയർത്തും. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും കർത്താവ് സ്വർഗം തുറന്ന് ശ്രവിക്കുകയും നമ്മെ അവിടെ നിന്ന് എടുത്തുയർത്തുകയും ചെയ്യും. തീർച്ചയായും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അഭയം തേടാം. കാരണം അങ്ങിലാണ് രക്ഷ, കുരിശിലാണ് രക്ഷ എന്ന വിശ്വാസത്തോടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ പൂർണ്ണമായി ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തന് നിത്യനുമായ ദൈവമേ, കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ കൂദാശകൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നത് പോലെ പാപപ്രവൃത്തി പ്രാപിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 49-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തി ആവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങേ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. എൻ്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എൻ്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാൻ ഇപ്പോഴും അങ്ങേ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. ഞങ്ങളുടെ രാജാവേ, വാഴ്ക. പിതാവിനെ അനുസരിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന ശാന്തമായ കുഞ്ഞാടിനെ പോലെ കുരിശുമരണത്തിന് അങ്ങ് ആനയിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന.
അധ്യായം 13 തിരുവചനങ്ങൾ 21 മുതൽ 33 വരെ, 36 മുതൽ 38 വരെ. യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായി അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണ്? അവൻ പ്രതിവച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയോത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യുവാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പടസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. യേശു പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടനെ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുക നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതുവരെ കോഴി കൂവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും താലവുമാ നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും താലവുമാ നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. നിൻ തിരുമാംസവും രക്തവുമാ തീർക്കണമേ
കാഴ്ചകളെ തിരുമാംസവും രക്തവുമാ തീർക്കണമേ കാഴ്ചകളെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ പാപം സർവം പോക്കണമേ സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ കാഴ്ചകളേന്തും താലവുമാ നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ കുടുംബത്തിൻ്റെ കാഴ്ചദ്രവ്യങ്ങൾ സമൃദ്ധിയോടെ തൃക്കൻ പാർക്കുകയും ദിവ്യാനന്ദങ്ങളിൽ അവർ പങ്കാളികളായി അവയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, ഇങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങയുടെ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹന വഴി സർവലോകവും പ്രകീർത്തിക്കേണ്ട അങ്ങയുടെ പ്രഭാവത്തിൻ്റെ പൊരുൾ ഗ്രഹിച്ചു. അതുപോലെ തന്നെ കുരിശിൽ അവാച്യമായ ശക്തിയാൽ ക്രൂശിതൻ്റെ ആധിപത്യം ലോകത്തിൻ്റെ വിധിയും വെളിപ്പെടുത്തി. ആകയാൽ കർത്താവെ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും
രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിഭൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധന്മാരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപ് നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃഢം പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാം ബുദ്ധിയേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. അവനിലെല്ലാ നന്മകളും അരുളിടുമാശ്രിത വത്സലനേ. സകലം നന്മയ്ക്കനുഗുണമായി സദം തീർപ്പവനേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രക്ഷാകരമായ ദാനത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം ഞങ്ങളിൽ കേണപേക്ഷിക്കുന്നു. അങ്ങനെ ഈ കൂദാശയാൽ ഇക്കാലയളവിൽ
ഞങ്ങളെ അങ്ങ് പരിപോഷിപ്പിക്കുന്നത് പോലെ നിത്യജീവനിലും ഞങ്ങൾ പങ്കാളികളാകാൻ കാരുണ്യപൂർവം അങ്ങ് ഇടയാക്കണമേ. ദൈവമേ, അങ്ങേക്ക് അധീനമായിരിക്കുന്ന ജനം അങ്ങേ കാരുണ്യം വഴി പൂർവകാലത്തെ സകല വശീകരണങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതിനും നവവിശുദ്ധി കൈവരിക്കുവാൻ പ്രാപ്തരാകുന്നതിനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ, കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ മേരി, മേരി ലോകമാതാ. മാതാവേ മാതാവേ, മണ്ണിൻ ദീപം നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര, ആശാപൂരം നീയേ, ആശ്രയതാരം നീയേ, പാരിൻ തായ നീയേ, മേരി ലോകമാതാ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ,